ഇവർ മുഴുവൻ സ്വർണം കൊണ്ട് നിർമ്മിച്ച ഈ കാർ മോഷ്ടിച്ചു. പക്ഷേ 65-ാം നിലയിലായതുകൊണ്ട് താഴെ ഇറക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് താഴത്തെ നിലയിൽ പണി നടക്കുന്നതറിഞ്ഞ ജോഷ് ജനല് ചില്ലുകൾ മാറ്റി ക്രെയിൻ വഴി കാർ താഴത്തെ നിലയിലേക്ക് ഇറക്കാൻ ശ്രമിച്ചു. എന്നാൽ താഴെ കാത്തുനിന്ന കൂട്ടാളിക്ക് കാർ പിടിക്കാനാകാതെ അന്തരീക്ഷത്തിൽ തൂങ്ങിക്കിടക്കേണ്ടി വന്നു. ഉടൻ തന്നെ മറ്റൊരാൾ അവനെ സുരക്ഷിതമായി വലിച്ചുകയറ്റി. പെട്ടെന്ന് വാതുക്കൽ ശബ്ദം കേട്ടതോടെ ജോഷും കൂട്ടുകാരനും കയറിൽ പിടിച്ച് കാറുമായി താഴേക്ക് ഊർന്നിറങ്ങി കമ്പിപ്പാര ഉപയോഗിച്ച് കാർ മുറിക്കുള്ളിലേക്ക് വലിച്ച് ലിഫ്റ്റിന്റെ മേൽക്കൂരയിലേക്ക് കയറ്റി. കാർ സുരക്ഷിതമാക്കിയെന്ന് കരുതിയെങ്കിലും കാറുടമസ്ഥൻ ലിഫ്റ്റ് ബട്ടൺ അമർത്തിയതിനാൽ അവർ തിരിച്ച് 65-ാം നിലയിലേക്ക് തന്നെ എത്തിപ്പെടേണ്ടി വന്നു. ലിഫ്റ്റ് നിന്നയുടൻ ജോഷ് വാൻ ഗാരേജ് എൻട്രിയിലേക്ക് എടുക്കാൻ പറഞ്ഞു. പണക്കാരൻ തന്റെ കാർ മോഷ്പോയെന്ന് കണ്ട് പോലീസിനെ വിളിച്ചു. CCTV വഴി വാൻ കണ്ടെത്തി പോലീസ് പിന്തുടർന്നെങ്കിലും വാൻ പിടികൂടി തുറന്നു നോക്കിയപ്പോൾ കാർ കാണാത്തതിനാൽ തെളിവില്ലാതെ പോലീസ് അവരെ വിട്ടയച്ചു. അന്ന് രാത്രി അവർ വീണ്ടും ഹോട്ടൽ മേൽക്കൂരയിലെത്തി പൂൾ തുറന്ന് അതിനുള്ളിൽ ഒളിപ്പിച്ച സ്വർണ്ണ കാർ പുറത്തെടുത്തു. ഒടുവിൽ ആ സ്വർണ്ണ കാർ കഷ്ണങ്ങളാക്കി വിഭജിച്ച് അവരെല്ലാവരും സുഖമായി ജീവിച്ചു.